പറഞ്ഞത്. ഈ ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞത് മുതൽ അതായത് ഒരു തെരച്ചിലൊക്കെ നടക്കുമ്പോൾ ഈ പോലീസുകാരുടെ മുന്നിലൊന്നും ഇവരുടെ കള്ളങ്ങളൊന്നും വില പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇവർ പറയുന്നതിൽ കള്ളങ്ങളുണ്ട് എന്ന് മനസ്സിലായിരുന്നു അല്ലെ. കാരണം ഈ ഒരു കുഞ്ഞ് കിണറ്റിലാണ് എന്നുള്ള കാര്യം ഈ ഒരു തള്ളയ്ക്കും അറിയായിരുന്നു. തള്ളയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു സഹോദരനും ആ കുടുംബത്തിലെ എനിക്ക് തോന്നുന്നത് ഈ ഒരു അച്ഛന് അറിയത്തില്ലായിരിക്കും. അച്ഛൻ അവിടെ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞാണ് കഴിയുന്നത്. ഈ കുഞ്ഞിന്റെ മുത്തശ്ശന്റെ ചടങ്ങിന് വേണ്ടിയിട്ട് എങ്ങാണ്ടാണ് ഇയാൾ വന്നിരുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ വരാറുണ്ടെന്നും ഒരു ദിവസം തങ്ങാറുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നോക്കിയിട്ട് ഈ ഒരു കൊല ആ ഒരു അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. അതുപോരാഞ്ഞിട്ട് ഇപ്പൊ ഇയാൾ പിടിക്കപ്പെടുകയാണെങ്കിൽ ഇയാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. കാരണം പോലീസുകാർ ചോദിച്ചപ്പോൾ എന്തിനാ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ എന്നുള്ള ഒരു മട്ടും ഭാവമായിരുന്നു ഈ ഒരു ഹരികുമാറിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ലോകത്ത് സഹോദര ബന്ധം എന്ന പവിത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലല്ലേ. അത് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ വ്യത്യാസമായിരുന്നാൽ പോലും നമ്മുടെ കേരളത്തിലെ അതൊരു പവിത്ര ബന്ധം തന്നെയാണ്. ആ ഒരു പവിത്ര ബന്ധമാണ് ഇപ്പോൾ ഇങ്ങനെ തച്ചുടഞ്ഞു പോകുന്നല്ലേ. ഇവരുടെ ഫോണുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ശരിക്കും പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. അത്രയ്ക്കും വൃത്തികെട്ട ചാറ്റുകൾ തന്നെയായിരുന്നു ഈ ഒരു സഹോദരങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു കടബാധ്യതയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം അതൊന്നുമല്ല ഈ ഒരു കൊലപാതകം, അല്ലെങ്കിൽ അമ്മയോടുള്ള വൈരാഗ്യം അതൊന്നും ആയിരുന്നില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാരണമുണ്ട്. അത് എന്തായാലും പുറത്ത് തന്നെ വരും. ശരിക്കും ഇവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നതെന്ന് ആലോചിച്ച് പോവുകയാണ് കേട്ടോ. ആ ഒരു കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ തന്നെ അതിനെ നമുക്ക് വാരിയെടുത്ത് ഉമ്മ വെക്കാനാക്കിയാണ് അല്ലെങ്കിൽ ലാളിക്കാനും കൊഞ്ചിക്കാനാക്കിയാണ് നമുക്ക് തോന്നാറുള്ളത്. പക്ഷെ ഇവിടെ ആ ഒരു സ്ത്രീ കാണിച്ച നെറുകേട് കണ്ടില്ലേ. സ്വന്തം കുഞ്ഞിനെ സഹോദരനെടുത്ത് കിണറ്റിലെറിഞ്ഞു. എന്തായാലും ഈ ഒരു കാര്യം സഹോദരി അറിയാതെ ഒരിക്കലും നടക്കില്ല എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. നമുക്ക് വേണ്ടിയിട്ട് അതിന് വലിയ രീതിയിലുള്ള പഠനവും വ്യാഖ്യാനവും ഒന്നും വേണ്ട. അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പോലീസിന്റെ ബുദ്ധിയൊന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇക്കാര്യങ്ങളൊക്കെ. അതും ഇത്ര ക്രൂരമായ നീചമായ ഈ ഒരു സ്ത്രീ ഇവളൊക്കെ എന്തിനെ ഈ ഒരു കുഞ്ഞിനെ പ്രസവിച്ചത്? ആ കുഞ്ഞിനെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ?